ഫിഫ്ത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് IO ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്ഫർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ 3 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ദിവസം. ടു ആൻഡ് ഫ്രം വെരിപ്രൽസ് ഈ ഹെൽഡ് ഇൻ 3 പോസിബിൾ മോഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് പറഞ്ഞത് പ്രോഗ്രാംഡ് IO മോഡായിരുന്നു. സോ പ്രോഗ്രാംഡ് IO മോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഡ്രിവൻ IO ഓർ ഇൻട്രപ്റ്റ് ഇനീഷ്യേറ്റഡ് IO എന്ന് പറയുന്ന ടോപ്പിക്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻട്രപ്റ്റ് ഡ്രിവൻ IO. മൂന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്ന DMA മെത്തേഡ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഡ്രിവൻ IO ആണ്. ഇൻട്രപ്റ്റ് ഡ്രിവൻ IO എങ്ങനെയാണ് ഇൻട്രപ്റ്റ് ഡ്രിവൻ IO ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഇൻട്രപ്റ്റ് ഡ്രിവൻ IO എന്താണെന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ഡേറ്റ ട്രാൻസ്ഫർ ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ യൂട്ടിലൈസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രപ്റ്റ് ഇൻ മൈക്രോ പ്രോസസ്സർ. Okay, so in programmed IO the processor is constantly monitoring the flag bit in IO interface unit. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു IO ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ഡാറ്റ ബേസിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലാഗ് ബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആ ഫ്ലാഗ് ബിറ്റ് മൈക്രോ പ്രോസസറിലെ പ്രോഗ്രാം വെച്ച് നമ്മൾ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം വെച്ച് നമ്മൾ ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും. അതാണ് പ്രോഗ്രാംഡ് IO ടെക്നിക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ പ്രോസസർ വിൽ ബി ബിസി വിത്ത് ചെക്കിങ് ദ ഫ്ലാഗ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ചെക്കിങ് അവോയ്ഡ് ചെയ്തിട്ട് വെനെവർ ദ ഡിവൈസ് ഈസ് റെഡി ടു ട്രാൻസ്ഫർ ആ സമയത്ത് മാത്രം പ്രോസസ്സറിനെ ഡാറ്റ ട്രാൻസ്ഫറിലേക്ക് എൻഗേജ് ചെയ്യിക്കുക എന്ന ടെക്നിക്കാണ് നമ്മൾ ഇൻട്രപ്റ്റ് ഡ്രിവൺ IOയിൽ ഉപയോഗിക്കുന്നത്. Okay, so the drawback of constantly monitoring the flag can overcome by interface informing the computer when it is ready to transfer data. So എങ്ങനെയാണ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളുടെ IO ഡിവൈസിന് ഡാറ്റ ട്രാൻസ്ഫർ വേണമെങ്കിൽ ആ സമയത്ത് ദാറ്റ് ഇൻ്റർഫേസ് യൂണിറ്റ് വിൽ ഇൻഫോം ദ കമ്പ്യൂട്ടർ ദാറ്റ് I am ready for data transfer. IO devices are using the interrupt facility of the processor for this purpose. So input output device ഈ മൈക്രോപ്രോസസറിൻ്റെ ഇൻട്രപ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സർ റെഡിയാണ്, ഡാറ്റ ട്രാൻസ്ഫറിന് ഡാറ്റ അവൈലബിൾ ആണ് എന്ന ഇൻഫർമേഷൻ മൈക്രോപ്രോസസറിനെ അറിയിക്കുന്നത്. സോ ഇതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ മെത്തേഡാണ് നമ്മളുടെ ഇൻട്രപ്റ്റ് ഡ്രിവൺ IO എന്ന് പറയുന്നത്. When the flag is set, സോ ആദ്യം പ്രോഗ്രാംഡ് IOയിലുള്ളതുപോലെ തന്നെ ഇൻ്റർഫേസ് യൂണിറ്റിലെ ഫ്ലാഗ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ കമ്പ്യൂട്ടർ ഈസ് ഇൻറപ്റ്റഡ് ഫ്രം പ്രൊസീഡിങ് വിത്ത് ദ കറണ്ട് പ്രോഗ്രാം ആൻഡ് ഈസ് ഇൻഫോംഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ഫ്ലാഗ് ഹാസ് ബീൻ സെറ്റ്. സോ മൈക്രോ പ്രോസസർ കോൺസ്റ്റൻ്റ്ലി ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ നമ്പർ 1, ഇൻസ്ട്രക്ഷൻ നമ്പർ 2, ഇൻസ്ട്രക്ഷൻ നമ്പർ 3. സോ നമ്മൾ മൈക്രോ പ്രോസസറിലേക്ക് ഒരു ഇൻറപ്റ്റ് പിൻ എന്ന് പറയുന്ന ഒരു പിൻ ഉണ്ടായിരിക്കും. ആ പിന്നിലേക്ക് നമ്മളുടെ ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഒരു വയർ സിഗ്നൽ ഹാർഡ്വെയർ കണക്റ്റഡ് ആയിരിക്കും. സോ ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാകും. സോ ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതാണ് നമ്മളുടെ IO ഡിവൈസിൻ്റെ ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസ് യൂണിറ്റ് വഴി മൈക്രോ പ്രോസസറിലേക്ക് ഒരു ഇൻട്രപ്റ്റ് ആയിട്ടായിരിക്കും പോവുക. സോ ഇൻട്രപ്റ്റ് വരുമ്പോൾ മൈക്രോ പ്രോസസറിന് മനസ്സിലാകും ദി സിസ്റ്റം ഈസ് റെഡി. ഓക്കെ, ആ സമയത്ത് കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ ടെമ്പററിലി ഹോൾട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഏത് ഡിവൈസ് ആണോ ഈ ഇൻട്രപ്റ്റ് IO റിക്വസ്റ്റ് ചെയ്തത് ആ ഡിവൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാമിന് നമ്മൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയും. ഈ ISR എഴുതിയിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അത് സപ്പോസ് ഇത് കീബോർഡിന് വേണ്ടിയിട്ടാണെങ്കിൽ, കീബോർഡാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഇപ്പോൾ ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കീബോർഡിൻ്റെ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന സെക്ഷനിലേക്ക് അതിൻ്റെ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോകും. അതിനെ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്നാ പറയുക, IVR, ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്നാ പറയുക. സോ ആ IVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ISR എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഇനീഷ്യൽ മെമ്മറി അഡ്രസ്സാണ്. സോ ഇൻട്രപ്റ്റ് വരുമ്പോൾ കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പ്രസൻറ്റ് എക്സിക്യൂഷനിൽ നിന്ന് മാറിയിട്ട് ഏത് ഇൻട്രപ്റ്റ് ആണോ വന്നത് ആ ഇൻട്രപ്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആയ ISR എഴുതിയിരിക്കുന്ന ലൊക്കേഷനിലേക്ക് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോകും. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, then the CPU deviates from what is doing to take care of the input or output transfer. So interrupt മൈക്രോപ്രോസസറിലേക്ക് വരുമ്പോൾ പ്രസൻറ്റ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ഡാറ്റ ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ ISRലേക്ക് പോകും. ഓൾറെഡി പറഞ്ഞതാണ്. ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്, സോ പ്രസൻറ്റ് ലൊക്കേഷനിൽ നിന്ന് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ വിൽ ഗോ ടു ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഫോർ ഹാൻഡ്ലിംഗ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ ട്രാൻസ്ഫർ. ദ കമ്പ്യൂട്ടർ റിട്ടേൺസ് ടു ദ പ്രീവിയസ് പ്രോഗ്രാം
program to continue what it was doing before the interrupt. So interrupt service routine execution complete ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്നപ്പോഴാണോ പ്രോഗ്രാം എക്സിക്യൂഷൻ നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ എവിടെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതേ ലൊക്കേഷനിലേക്ക് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ തിരിച്ചു വരും. സോ ഇതൊക്കെ ഇൻട്രപ്റ്റിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. ദെൻ in a typical application of a number of I/O devices are attached to the computer with each device being able to originate an interrupt request. So നമ്മളുടെ മൈക്രോ പ്രോസസ്സറിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മളുടെ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സറിലേക്ക് അറ്റാച്ച് ചെയ്ത് വി വിൽ ബി ഹാവിങ് മോർ ദാൻ 2 or 3 ഇൻട്രപ്റ്റ് ഡിവൈസ് ഉണ്ടായിരിക്കും. അതായത് കീബോർഡ്, വൺ പ്രിൻ്റർ, ദെൻ പ്ലോട്ടർ, മോണിറ്റർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിവൈസസ് ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഇൻപുട്ട് ഐ ഒ ഡിവൈസ് ഈ പ്രോസസ്സറിലേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ഈ ഡിവൈസ് ഏത് വേണമെങ്കിലും നമ്മളെ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാം. സോ ഈ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന കേസിൽ ഇതൊരു എന്താ പറയുക, നമ്മളൊരു ഹാർഡ് ഡിസ്ക് ആകാം. ഹാർഡ് ഡിസ്ക് ഒരു ഐ ഒ ഡിവൈസാണ്, ഇൻപുട്ട് ഡിവൈസാണ്, ഔട്ട്പുട്ട് ഡിവൈസാണ്. സോ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മളെ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാം. സോ ഇത് ഏത് ഡിവൈസാണ് ഇതിനെ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്തത് എന്നറിയാനായിട്ട് ഇതിൻ്റെ അകത്തൊരു പ്രോപ്പറായിട്ടൊരു ഇൻട്രപ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് കൂടി ഉണ്ടായിരിക്കും. ഇതിന് സെയിം ടൈമിൽ ഒരു പ്രിൻ്ററും ഹാർഡ് ഡിസ്കും സെയിം ടൈമിൽ എൻ്റർ ചെയ്യാൻ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാം. ആ സമയത്ത് വിച്ച് വൺ വിൽ ബി സർവീസ്ഡ് ഫസ്റ്റ്. സോ ഇതൊക്കെ നമ്മൾ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി എന്നാണ് പറയുക. സോ ഇൻട്രപ്റ്റ് പ്രയോറിറ്റിയെ എങ്ങനെയാണ് ഐ ഒ ട്രാൻസ്ഫറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ മോർ ദാൻ വൺ ഇൻട്രപ്റ്റ് സെയിം ടൈമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂ വിൽ ബി സർവീസ്ഡ് ഫസ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി അസൈൻമെൻറ്റ് ഉണ്ടാകും. ഈ പ്രയോറിറ്റി അസൈൻമെൻറ്റ് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഹാർഡ്വെയർ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ മെത്തേഡിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ദ പ്രയോറിറ്റി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ദ ഇൻട്രപ്റ്റ് സിസ്റ്റം ഈസ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് ദ ഇൻട്രപ്റ്റ്. സോ ഈ ഇൻട്രപ്റ്റ് ഐ ഒ ട്രാൻസ്ഫറിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് ദ ഇൻട്രപ്റ്റ്. ഏത് ഡിവൈസാണ് നമ്മളെ പ്രോസസ്സറിനെ ഈ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രപ്റ്റ് ഡ്രിവൺ ഐ ഒയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ദർ ഈസ് ഓൾസോ ദ പോസിബിലിറ്റി ദാറ്റ് സെവറൽ സോഴ്സസ് വിൽ റിക്വസ്റ്റ് സർവീസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം മോർ ദാൻ വൺ ഡിവൈസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡിവൈസ് ഈ ഐ ഒ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാം. So in this case the system must also decide which device to service first. So നമ്മളത് പ്രോഗ്രാം വെച്ച് അല്ലെങ്കിൽ ഹാർഡ്വെയർ ടെക്നിക്ക് വഴി അസൈൻ ചെയ്തിട്ടുണ്ടാകും. ഹാർഡ് ഡിസ്കിൽ നിന്നാണ്, നമ്മൾ ഹാർഡ് ഡ്രൈവിൽ നിന്നാണ്, മാഗ്നറ്റിക് ഡ്രൈവിൽ നിന്നാണ് റിക്വസ്റ്റ് വരുന്നതെങ്കിൽ സോ കീബോർഡിൽ നിന്നും ഹാർഡ് ഡിസ്കിൽ നിന്ന് റിക്വസ്റ്റ് വരികയാണ്. ദെൻ കീബോർഡിൻ്റെ സർവീസ് ആദ്യം ചെയ്യുക, അതിനുശേഷം പ്രിൻ്ററിൻ്റെ അല്ലെങ്കിൽ അതിനുശേഷം കീബോർഡിൻ്റെ, ആ രീതിയിൽ നമ്മൾക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ എങ്ങനെയാണ് ഈ പ്രയോറിറ്റി ഐ ഒ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഡ്രിവൺ ഐ ഒയിൽ പ്രയോറിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് അടുത്തത്. എ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രയോറിറ്റി ഓവർ വേരിയസ് സോഴ്സ് ടു ഡിറ്റർമൈൻ വിച്ച് കണ്ടീഷൻ ഈസ് ടു ബി സർവീസ്ഡ് ഫസ്റ്റ് വെൻ 2 or more റിക്വസ്റ്റ് അറൈവ് സൈമൾട്ടേനിയസ്ലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ഉള്ള ഒരു സിസ്റ്റത്തിൽ ഒന്നോ അതിലധികമോ ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ്, ഏത് ഡിവൈസിനെയാണ് ആദ്യം സർവീസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളത് അതാണ് നമ്മളെ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഹയർ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ലെവൽസ് ആർ അസൈൻഡ് ടു റിക്വസ്റ്റ് വിച്ച് ഇഫ് ഡിലേഡ് ഓർ ഇൻട്രപ്റ്റഡ് കുഡ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ്. സോ അതായത് ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ നമ്മളതിനെ ഡിലേ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില റിക്വസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള റിക്വസ്റ്റിൽ ആ ഡിവൈസുകൾക്ക് നമ്മൾ ഹൈ പ്രയോറിറ്റി അസൈൻ ചെയ്യണം. സോ അത് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നവരുടെ ക്രൈറ്റീരിയയാണ് ഏതാണ് ഹൈ പ്രയോറിറ്റി നമ്മൾ അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് അത് അവോയ്ഡ് ആക്കാം. അങ്ങനെയുള്ള കേസിൽ വേറെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്കതിന് ഹൈ പ്രയോറിറ്റി അസൈൻ ചെയ്യണം. Devices with a high speed transfer such as magnetic disk are given high priority. So നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും ഈ ഇൻട്രപ്റ്റ് പ്രയോറിറ്റിയിൽ ഹൈ പ്രയോറിറ്റിയിൽ കൊടുക്കുന്നത്. സോ സ്ലോ ഡിവൈസസ് സച്ച് ആസ് കീബോർഡ്സ് റിസീവ്സ് ലോ പ്രയോറിറ്റി. സോ കീബോർഡിനൊക്കെ ലോ പ്രയോറിറ്റി ആയിരിക്കും അസൈൻ ചെയ്തിരിക്കുന്നത്. When 2 devices interrupt the computer at the same time, the computer services a device with the higher priority. So നമ്മളുടെ ഹാർഡ് ഡിസ്കും കീബോർഡും സെയിം ടൈമിൽ ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി അസൈൻ ചെയ്ത മാഗ്നറ്റിക് ഹാർഡ് ഡിസ്കിന് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിനായിരിക്കും ഹൈസ്റ്റ് പ്രയോറിറ്റി കഴിയുന്നത്. മാഗ്നറ്റിക് ഡിസ്കിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കീബോർഡിൽ നിന്നുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നത്.
ദെൻ പോളിംഗ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഇൻട്രപ്റ്റിലുള്ള വേറൊരു ടെക്നിക്കാണ് പോളിംഗ് എന്ന് പറയുന്നത്. പോളിങ്ങിൽ നമ്മൾ ഇൻട്രപ്റ്റിൻ്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന റൂട്ടീൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സെക്ഷൻ ഓരോ ഡിവൈസ് ബൈ ഡിവൈസ് ഓരോ ഡിവൈസ്, ഇപ്പോൾ മോർ ദാൻ വൺ ഡിവൈസ് നമ്മൾ IO ഡിവൈസ് നമ്മളുടെ സിസ്റ്റത്തിലുണ്ടായിരിക്കും. സോ നമുക്കിവിടെ ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് 3, ഡിവൈസ് 4 എന്ന് പറയുന്ന രീതിയിൽ കുറേ ഡിവൈസ് ഉണ്ടായിരിക്കും. ദെൻ അവിടെ നമ്മളുടെ പ്രോസസ്സർ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഹാർഡ്വെയർ കണക്റ്റഡ് ആയിട്ട് നമുക്കൊരു ചാനൽ അല്ലെങ്കിൽ ഹാർഡ് ഡാറ്റാ ബസ്സും ഹാർഡ് അഡ്രസ് ബസ്സും എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രോസസ്സർ. സോ പോളിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഓരോ ഡിവൈസിനെയും 1 by 1 സ്കാൻ ചെയ്യും. ഏതെങ്കിലും ഡിവൈസിന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടോ? സോ ഡിവൈസ് 1 ഇതിനായിരിക്കും നമ്മളുടെ ഹൈസ്റ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്തിരിക്കുന്നത്. സോ സോഫ്റ്റ്വെയറിൽ നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാം. സോ പ്രയോറിറ്റി അസൈനിലെ ഓർഡറിലാണ് നമ്മൾ കിടക്കുന്നത്. 1 ഹൈസ്റ്റ് പ്രയോറിറ്റി, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി, ഇങ്ങനെയാണ് നമ്മുടെ പ്രയോറിറ്റി ഓർഡർ പോകുന്നത്. സോ പോളിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ആദ്യം പ്രോസസ്സർ ഡിവൈസ് 1 ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഡിവൈസ് 1 ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി റിക്വസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ സർവീസ് ആദ്യം മാനേജ് ചെയ്യും. After then it will look into device number 2. Device 2 റിക്വസ്റ്റ് ഉണ്ടോ? റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ ഡിവൈസ് 3. സോ ഇതിൻ്റെ ഇതാണ് ഈ പോളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ 1 by 1 ഡിവൈസ് അറ്റ് എ ടൈം വിൽ ബി ഹാൻഡിൽഡ് വിത്ത് ഫസ്റ്റ് വൺ വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി. സോ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിവൈസ് നമ്പർ 4 ഇവിടെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ഒരു 2 seconds അല്ലെങ്കിൽ 5 seconds ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഡിവൈസ് 4 റിക്വസ്റ്റ് വന്ന ഉടനെ സെയിം ടൈമിൽ ഡിവൈസ് 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് 1 ഹൈ പ്രയോറിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ പ്രയോറിറ്റി 1 ആണ്, പക്ഷേ ഇതിന് ഇറ്റ് വിൽ ടേക്സ് 5 minutes ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. 5 minutes ആണ് ഡിവൈസ് 1 ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി വന്നത്. ഡിവൈസ് 4 2 seconds മാത്രമേ ഉള്ളൂ. ബട്ട് ഡിവൈസ് 1 ഹയസ്റ്റ് പ്രയോറിറ്റി ആയതുകൊണ്ട് ആദ്യം സർവീസ് ചെയ്യുന്നത് ഡിവൈസ് 1 ആയിരിക്കും. ആ 5 minutes വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ 2 second ഡാറ്റ ട്രാൻസ്ഫറിനുള്ള ഡിവൈസ് 4 വേണ്ടിയിട്ട് സിസ്റ്റം ഡാറ്റ ട്രാൻസ്ഫർ അലോ ചെയ്യുള്ളൂ. ഇതാണ് പോളിംഗ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതൊരു മെത്തേഡാണ്. ഡിവൈസ് വിൽ ബി സർവീസ്ഡ് 1 by 1 വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ബീയിങ് ഫസ്റ്റ്. So polling is a procedure used to identify the highest priority source by software technique ആണത്. There will be a common branch address for all interrupts. എല്ലാ ഇൻട്രപ്റ്റും കൂടിയിട്ട് ഒരു കോമൺ ചാനലിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ഈച്ച് ഇൻട്രപ്റ്റ് 1 by 1 അക്കോർഡിംഗ് ടു ദ പ്രയോറിറ്റി അസൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പ്രയോറിറ്റി നമ്പർ 1 ഡിവൈസ് 1 സോ ഡിവൈസ് 1 then 2 then 3 ആ രീതിയിൽ ഓരോ ഡിവൈസിനെയും നമ്മളെ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യും. The highest priority source is tested first, serviced first, and if its interrupt signal is on, control branches to service routine for this source. അപ്പോൾ ഒന്നാമത്തെ ഡിവൈസിൽ ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒന്നാമത്തെ ഡിവൈസിൻ്റെ സർവീസ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. ഇൻട്രപ്റ്റ് ഇല്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ടെസ്റ്റിംഗ് ദ സെക്കൻഡ് ഡിവൈസ്. അതാണ് പോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രയോറിറ്റി അസൈൻമെൻറ്റിൽ വരുന്ന വേറൊരു ടെക്നിക്കാണ് ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, സോ ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സീരിയൽ കണക്ഷൻ ഓഫ് ഓൾ ഡിവൈസസ് ദാറ്റ് റിക്വസ്റ്റ് ആൻഡ് ഇൻട്രപ്റ്റ്. സോ നമ്മളുടെ ഇൻപുട്ട് IO ഡിവൈസസ് എല്ലാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം ഒരു സീരീസ് കണക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കും. Then the device with the highest priority is placed in the first position followed by the low priority devices. So നമ്മളുടെ പൊസിഷൻ നമ്പർ 1 പ്രയോറിറ്റി അസൈൻമെൻറ്റിൽ നമ്മൾ ഏതിനാണോ പ്രയോറിറ്റി അസൈൻമെൻറ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അതായിരിക്കണം ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് ഡിവൈസ് പ്ലേസ് ചെയ്യും, ദെൻ തേർഡ് ഡിവൈസ് പ്ലേസ് ചെയ്യും. അങ്ങനെ ലീസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് ബീയിങ് ഇൻ ദ ലാസ്റ്റ് പൊസിഷൻ. സോ ഈ രീതിയിൽ നമ്മൾ സീരീസ് ആയിട്ട് എല്ലാ ഡിവൈസിനെയും ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കും ഡെയ്സി ചെയിനിങ്ങിൽ. സോ ഇതാണ് അതിൻ്റെ ഒരു ഹാർഡ്വെയർ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഡിവൈസ് നമ്പർ 1, ഡിവൈസ് നമ്പർ 2, ഡിവൈസ് നമ്പർ 3. സോ ഇതിലാണ് ഡിവൈസ് നമ്പർ 1 ഹയസ്റ്റ് പ്രയോറിറ്റി. ദെൻ ഇതിൻ്റെ ഓരോ കോൺഫിഗറേഷനിൽ ഇതാണ് ഡിവൈസ് റിക്വസ്റ്റ്. സോ റിക്വസ്റ്റ് ലൈൻസ് എല്ലാം ഇതാണ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ലൈൻസ്. ഇതെല്ലാം ചെയിൻ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഓർഡാണ്. ഹാർഡ്വെയർ ഓർഡ് ആണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചാക്കുന്നതിന് പറയുന്ന പേരാണ് ഓർ കണക്റ്റഡ് ഹാർഡ്വെയർ ബൈ ഹാർഡ്വെയർ. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 1 വന്നു കഴിഞ്ഞാൽ ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് 1 ആകും.
സോ പ്രയോറിറ്റി ഇതിനെ പ്രയോറിറ്റി ഇൻപുട്ട് എന്നും ഇതിനെ പ്രയോറിറ്റി അസൈൻമെൻറ്റ് എന്ന് പറയുന്ന 2 ലൈൻസ് നമ്മളുടെ ഓരോ ഡിവൈസിലും ഉണ്ടായിരിക്കും. സോ PI ഉണ്ട്, PO ഉണ്ട്, PI ഉണ്ട്, PO ഉണ്ട്, PI ഉണ്ട്, PO ഉണ്ട്. സോ PO ഓഫ് ഫസ്റ്റ് ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു ദ PI ഓഫ് സെക്കൻഡ് ഡിവൈസ്. PO ഓഫ് സെക്കൻഡ് ഈസ് കണക്റ്റഡ് ടു ദ PI ഓഫ് തേർഡ്. ഇതാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സീരിയലി കണക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മൂന്നാമത്തിൽ നിന്ന് നാലാമത്തെ ഡിവൈസിലേക്ക് ഓരോ ഡിവൈസിൻ്റെയും സർവീസിൽ. സോ ഫോർ എക്സാമ്പിൾ ഡിവൈസ് 1 എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആയിരിക്കും, ഡിവൈസ് 2 എന്ന് പറയുന്നത് പ്രിൻ്റർ ആയിരിക്കും, ഡിവൈസ് 3 എന്ന് പറയുന്നത് കീബോർഡ് ആയിരിക്കും. ഇങ്ങനെ ഓരോ ഡിവൈസും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. സോ ഇതിൽ VAD1 എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് വെക്ടർ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ഡിവൈസ് നമ്മൾ പറഞ്ഞതുപോലെ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ പ്രോഗ്രാം ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് VAD1 എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിവൈസ് പ്രിൻ്ററാണ്, പ്രിൻ്ററിൻ്റെ സർവീസ് റൂട്ടിന് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം മെമ്മറിയുടെ അഡ്രസ്സാണ് VAD2 എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഡിവൈസിൻ്റെയും പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന അഡ്രസ്സാണ് നമ്മളിവിടെ VAD എന്ന് പറയുന്നത്. അത് ഡാറ്റാബേസ് വഴി നമ്മളെ പ്രോസസ്സറിലേക്ക് പോകും. സോ ഡേസി ചെയിനിങ്ങിലെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു. ഓക്കെ, സോ ഇവിടെയും റിക്വസ്റ്റ് വന്നു, ഇവിടെ. സോ നമുക്ക് ആദ്യം ഒരെണ്ണത്തിൻ്റെ കേസ് പറയാം. ഫസ്റ്റ് ഡിവൈസിൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സിഗ്നൽ അത് ഐഡൻറ്റിഫൈ ചെയ്യും, പ്രോസസ്സർ ഐഡൻറ്റിഫൈ ചെയ്യും. സോ ഒരു ലോ ആണ് നമ്മൾ ഇൻട്രപ്റ്റ് എന്ന് വിചാരിക്കുക, ആക്റ്റീവ് ലോ ആണ്. സോ നോർമൽ കേസിൽ സിഗ്നൽ എല്ലാം ഹൈ ആയിരിക്കും. ഒരു ഇൻട്രപ്റ്റ് ഫസ്റ്റ് ഡിവൈസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സിഗ്നൽ ലോ ആകും. ആ സെയിം പ്രോസസ്സറിലേക്ക് ആ സിഗ്നൽ വരും. ലോ ആകുമ്പോൾ മൈക്രോ പ്രോസസ്സർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഒരു ഇൻട്രപ്റ്റ്, സംബഡി ആസ്ക്ഡ് ദ റിക്വസ്റ്റ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പ്രോസസ്സറിന് മനസ്സിലാകും. സോ പ്രോസസ്സർ എന്ത് ചെയ്യും, തിരിച്ച് അതിലേക്ക് ആ ഡിവൈസ് സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഡേസി ചെയിൻ അറേഞ്ച്മെൻറ്റ്സിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ കൊടുക്കും. അതിനാണ് ഇൻട്രപ്റ്റ് അക്നോളജ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഇൻട്രപ്റ്റ് അക്നോളജ് വന്നു, അത് ഹൈ ആണ് എന്ന് വിചാരിക്കുക. ഈ ഹൈ എന്ന് പറയുന്ന സിഗ്നൽ ഇവിടെ വരും, PI. ഇനി ഇവിടുത്തെ ഈ PI POയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമ്പർ 1 റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻട്രപ്റ്റ് ഓൾറെഡി ഉണ്ട്. ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ PI1 വന്നു കഴിഞ്ഞാൽ P0 ലോ ആക്കി വിടും. സോ അതായത് ഇവിടെ 1 ആണ്, ഇതിൻ്റെ കേസിൽ ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അതായത് ഈ 2 ഡിവൈസ് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ഇവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 കൊണ്ട് ഉദ്ദേശിക്കുന്ന റിക്വസ്റ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, സോ ഇവരുടെ അക്നോളജ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഈ അക്നോളജ്മെൻറ്റ് ഇവിടെയും ഇത് 1 ആകും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ P0 എന്ന് പറയുന്ന 0 ആക്കി കളയും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ അക്നോളജ്മെൻറ്റ് സിഗ്നൽ വരില്ല. സോ ഇവിടെ 0 ആയതുകൊണ്ട് ഡിവൈസ് 2വിൻ്റെ ഇത് ഡിസേബിൾ ആയിരിക്കും, പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ ഡിവൈസും ഡിസേബിൾ ആയിരിക്കും. സോ ആദ്യത്തെ ഡിവൈസാണ് നമ്മൾക്ക് ഇവിടെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിലേക്ക് അക്നോളജ് വരുമ്പോൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യും, ഇവിടെ ഉണ്ട് എങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ സർവീസ് റൂട്ടിന് എഴുതിയിരിക്കുന്ന VAD1 എന്ന് പറയുന്ന അഡ്രസ്സ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് വരും. ഡാറ്റാബേസിൽ നിന്ന് അത് പ്രോസസ്സറിലേക്ക് വരും. പ്രോസസ്സർ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് അഡ്രസ്സിനെ ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സിലേക്ക് പോയിട്ട് ഡിവൈസ് 1ൻ്റെ സർവീസ് എന്താണോ, ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ പ്രോഗ്രാം എന്താണോ അത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ സപ്പോസ് ഇതിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് ഡിവൈസ്, അതായത് ഹയസ്റ്റ് പ്രയോറിറ്റിയുള്ള ഡിവൈസ് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, സെക്കൻഡ് ഡിവൈസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇത് റിക്വസ്റ്റ് വരുമ്പോൾ ഇവിടെയുള്ള സിഗ്നലിൽ നിന്ന് പ്രോസസ്സറിന് മനസ്സിലാവില്ല ഏത് ഡിവൈസാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കേസിലും ഇവിടെ ഉണ്ടായിരുന്ന സിഗ്നൽ ലോ പൾസ് മാത്രമാണ് ഇൻട്രപ്റ്റിലേക്ക് വരുന്നത്. സോ ഇൻട്രപ്റ്റ് വന്നു, അതിനെ അക്നോളജ് ചെയ്തു വരുമ്പോൾ ആദ്യത്തെ അവിടെ PIയിലോട്ട് വന്നു. PI വന്നപ്പോൾ ഇവിടെ 0 ആണ്. ഇവിടെ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, PIയെ നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും. PI ഈക്വൽ PO മേക്സ് 1. ഈ 1 ആകുമ്പോൾ ഈ സിഗ്നൽ, അതായത് ഈ അക്നോളജ് സിഗ്നൽ ഇവിടുന്ന് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ പാസ് ചെയ്ത് വന്നിട്ട് അത് അതിൻ്റെ ഇൻപുട്ടായിട്ട് മാറും. സോ ഇവിടെ ഇൻപുട്ട് ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത സ്റ്റേജ്, ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആക്കുക, അതായത് ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ആ കേസിൽ പ്രോസസ്സറിന് മനസ്സിലാകും, അല്ലെങ്കിൽ സിസ്റ്റത്തിന് മനസ്സിലാകും സെക്കൻഡ് ഡിവൈസ് ആണ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഡിവൈസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഡിസേബിൾ ആയിരിക്കും. ഇവിടുത്തെ അഡ്രസ്സ്, ഇതിൻ്റെ സെക്കൻഡ് ഡിവൈസിൻ്റെ അഡ്രസ്സ് ഡാറ്റാബേസിലേക്ക് വരും, അതിൻ്റെ ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം കൗണ്ടർ ലോഡ് ചെയ്യും അതിൻ്റെ പ്രോഗ്രാം. സോ സെക്കൻഡ് ഡിവൈസ് 2വിൻ്റെ സർവീസ് റൂട്ടീനായിരിക്കും ഇവിടെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇൻട്രപ്റ്റ് മാനേജ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡേസി ചെയിനിങ് എന്ന് പറയുന്നത്. Hope you understood what is the technique is. So the interrupt request line is common to all devices. നമ്മൾ പറഞ്ഞതുപോലെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എല്ലാ ഡിവൈസിലേക്കും കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Then if any device has its interrupt signal in the low level state, അതായത് ഇൻട്രപ്റ്റ് ആക്റ്റീവ് ലോ ആണ്, ഒരു ലോ സിഗ്നൽ വന്നു, the interrupt line goes to the low level state and enables the interrupt input in the CPU. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഇൻപുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോ ആകും, അത് അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റിലേക്ക് സിഗ്നൽ പോകും.
The CPU responds to an interrupt request by enabling the interrupt acknowledge line. So നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ interrupt വന്നു കഴിഞ്ഞാൽ interrupt INDACK എന്ന് പറയുന്ന സിഗ്നൽ ഹൈ ആകും അല്ലെങ്കിൽ എനേബിൾ ആകും. This signal is received by device 1 at its PI priority input. So നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഇൻപുട്ട് റിക്വസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ interrupt acknowledge പോകും. interrupt acknowledge നേരെ പോകുന്നത് പ്രയോറിറ്റി ഇൻപുട്ടിലേക്കാണ് ഫസ്റ്റ് ഡിവൈസിൻ്റെ. അതാണ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. This signal is received by device 1 at its PI input. Then the acknowledge signal passes on to the next device through the P0 output only if device 1 is not requested an interrupt. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിവൈസ് നമ്പർ 1ൻ്റെ PI ഡിവൈസ് നമ്പർ 2ലേക്ക് കണക്റ്റഡ് ആണ്. സോ ഇത് PI ആണ്, ഇത് PO ആണ്, പിന്നെ ഇത് I ആണ്, ഇത് O ആണ്. സോ പ്രയോറിറ്റി ഔട്ട്പുട്ട് വിൽ കണക്ട് ടു ദ വൺ ഡിവൈസ്, ഔട്ട്പുട്ട് വിൽ കണക്ട് ടു ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് ഡിവൈസ്. സോ ഇവിടുത്തെ ഇങ്ങോട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിവൈസ് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് അക്നോളജ് സിഗ്നൽ ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആവുള്ളൂ എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഇൻട്രപ്റ്റ് ഉണ്ട് എങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് കപ്പിൾ ചെയ്യില്ല, ഇവിടെ അത് ഡിസേബിൾ ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടുന്ന് അഡ്രസ് ബസ്സിലേക്ക് പോകും. ദെൻ if device 1 has a pending interrupt, അതായത് ഒന്നാമത്തെ ഡിവൈസിൽ ഇൻട്രപ്റ്റ് ഉണ്ട്, ഇറ്റ് ബ്ലോക്സ് ദ അക്നോളജ് സിഗ്നൽസ്. അക്നോളജ് സിഗ്നൽസിന് ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് സെക്കൻഡ് ഡിവൈസിലേക്ക് പോകുന്നതിനെ ബ്ലോക്ക് ചെയ്യും ബൈ പ്ലേസിംഗ് ദ A0 ഇൻ ദ P0 ഔട്ട്പുട്ട് ഓഫ് ഡിവൈസ് നമ്പർ 1. P0 0 പ്ലേസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഡിവൈസിൻ്റെ ലേക്ക് അക്നോളജ് സിഗ്നൽ പോകാതെ അതിനെ ബ്ലോക്ക് ചെയ്യും. ഇറ്റ് ദെൻ പ്രൊസീഡ്സ് ടു ഇൻസേർട്ട് ഇറ്റ്സ് ഓൺ ഇൻട്രപ്റ്റ് വെക്ടർ അഡ്രസ്സ്. അപ്പോൾ ആദ്യത്തെ ഡിവൈസിലെ ഇൻട്രപ്റ്റ് വന്നു, PIയിലേക്ക് അക്നോളജ് വന്നു, അത് മനസ്സിലാക്കി അത് ഫസ്റ്റ് ഡിവൈസാണ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഫസ്റ്റ് ഡിവൈസിൻ്റെ അഡ്രസ്സ്, സർവീസ് റൂട്ടിൻ്റെ അഡ്രസ്സ് ഡാറ്റാ ബസ്സിലേക്ക് പ്ലേസ് ചെയ്യും. സോ മൈക്രോ പ്രോസസർ അതിൻ്റെ സർവീസ് റൂട്ടീൻസ് സർവീസ് ചെയ്യും. Then a device with a 0 in its PI input generates a 0 in its P0 output. പറഞ്ഞു 0 ഒരു ഡിവൈസിൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ 0 മൂന്നാമത്തെ ഡിവൈസിൻ്റെ ഇൻപുട്ട് 0 ആക്കും, മൂന്നാമത്തെ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടും 0 ആക്കും. അതായത് ആദ്യത്തെ ഡിവൈസിന് ശേഷം വരുന്ന എല്ലാ ഡിവൈസിൻ്റെയും PI P0 എന്ന് പറയുന്നത് 0 ആക്കി കളയും. സോ നമ്മളുടെ ഇൻപുട്ട് സർവീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് സർവീസ് ചെയ്യാൻ പോകുന്നത് ഏത് കേസിനായിരിക്കും? PI ഈസ് ഈക്വൽ ടു 1ഉം P0 ഈസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള കേസിൽ, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ഹൈ ആയിട്ടുള്ളതും PI 1 ആയിട്ടുള്ള കേസിൽ മാത്രമാണ് ആ ഡിവൈസ് മാത്രമായിരിക്കും നമ്മളുടെ ഇൻട്രപ്റ്റിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ഡിവൈസ് ദാറ്റ് ഈസ് റിക്വസ്റ്റിംഗ് ആൻ ഇൻട്രപ്റ്റ് ആൻഡ് ഹാസ് എ 1 ഇൻ ഇറ്റ്സ് PI ഇൻപുട്ട്. സോ ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റും ആക്റ്റീവ് ആയിരിക്കണം, അതിൻ്റെ PI ഇൻപുട്ടും 1 ആയിരിക്കണം. സോ PI ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ സർവീസ് റൂട്ടീൻസിന് അത് സർവീസ് ചെയ്യുക. ഇഫ് ദ ഡിവൈസ് ഡസ് നോട്ട് ഹാവ് എ പെൻഡിങ് ഇൻട്രപ്റ്റ്, അതായത് ഫസ്റ്റ് ഡിവൈസിൽ ഇൻട്രപ്റ്റ് ഇല്ല എങ്കിൽ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ അക്നോളജ് സിഗ്നൽസിന് രണ്ടാമത്തെ ഡിവൈസ് ഒരു നെക്സ്റ്റ് ഡിവൈസ് ബൈ പ്ലേസിംഗ് 1 ഇൻ ഇറ്റ്സ് P0 ഔട്ട്പുട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ആദ്യത്തെ ഡിവൈസിൽ ഇൻട്രപ്റ്റ് ഇല്ല എങ്കിൽ അക്നോളജ് സിഗ്നൽസിൻ്റെ ഒന്നാമത്തെ P0 വഴി, ഒന്നാമത്തെ ഡിവൈസിൻ്റെ P0 വഴി രണ്ടാമത്തെ ഡിവൈസിൻ്റെ PIയിലോട്ട് കണക്ട് ചെയ്യും. Thus the device with the PI is equal to 1. അപ്പോൾ ഏത് ഡിവൈസിനാണ് പ്ലേസ് സർവീസ് ചെയ്യുന്നത് എങ്ങനെ അറിയാം? PI 1 ആയിരിക്കണം, P0 0 ആയിരിക്കണം. ഈസ് ദ വൺ വിത്ത് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ദാറ്റ് ഈസ് റിക്വസ്റ്റിംഗ് ആൻ ഇൻട്രപ്റ്റ് ആൻഡ് ദിസ് ഡിവൈസ് പ്ലേസസ് ഇറ്റ്സ് VAD ഓൺ ദ ഡാറ്റ. ഇതാണ് മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓരോ ഡിവൈസും അതിൻ്റെ PI 1 ആണോ P0 0 ആണോ നോക്കുക. PI 1ഉം P0 0 ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, ആ ബസ്സിൻ്റെ സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് അതിൻ്റെ സിസ്റ്റം ബസ്സിലേക്ക് പ്ലേസ് ചെയ്യും. സോ ഇതാണ് ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് ഡ്രിവൺ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണ് ഡെയ്സി ചെയിനിൽ ഡാറ്റ മാനേജ് ചെയ്യുന്നത്? നെക്സ്റ്റ് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് പാരലൽ പ്രയോറിറ്റിയാണ്. പാരലൽ പ്രയോറിറ്റിയും എങ്ങനെയാണ് ഈ രീതിയിൽ IO ട്രാൻസ്ഫർ പാരലൽ പ്രയോറിറ്റി വെച്ച്, രണ്ടും ഇൻട്രപ്റ്റ് ഡ്രിവൻ ആണ്. പാരലൽ പ്രയോറിറ്റി, സോ ആ ഫസ്റ്റ് മെത്തേഡ് പോളിംഗ് ആയിരുന്നു, സെക്കൻഡ് മെത്തേഡ് ഡെയ്സി ചെയിനിങ് ആയിരുന്നു, മൂന്നാമത്തെ ഇൻട്രപ്റ്റ് ഡ്രിവൻ ടെക്നിക്ക് എന്ന് പറയുന്നത് പാരലൽ പ്രയോറിറ്റിയാണ്. സോ പാരലൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പാരലൽ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് മെത്തേഡ് യൂസസ് എ രജിസ്റ്റർ കോൾഡ് ഇൻട്രപ്റ്റ് രജിസ്റ്റർ ഹൂസ് ബിറ്റ്സ് ആർ സെറ്റ് സെപ്പറേറ്റ്ലി ബൈ ദ ഇൻട്രപ്റ്റ് സിഗ്നൽ ഫ്രം ഈച്ച് ഡിവൈസ്. സോ ഇതിൻ്റെ അകത്ത് നമ്മളുടെ IO ഡിവൈസിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സറിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറിലെ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്ററിൻ്റെ ടൈമിംഗ് നമ്മൾ വിളിക്കുന്നതാണ് ഇൻട്രപ്റ്റ് രജിസ്റ്റർ. ഇൻട്രപ്റ്റ് രജിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഓരോ ബിറ്റിനെയും നമുക്ക് സെറ്റോ റീസെറ്റോ ചെയ്യാം, ഹാർഡ്വെയർ വെച്ച് സെറ്റോ റീസെറ്റോ ചെയ്യാം. സോ ഓരോ ഡിവൈസിനും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്ത ഇൻട്രപ്റ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന ഓരോ ബിറ്റുകളുണ്ടായിരിക്കും. ആ ബിറ്റുകൾ ഇൻട്രപ്റ്റ് വന്നാൽ 1 ആകും, ഇൻട്രപ്റ്റ് ഇല്ല എങ്കിൽ 0 ആകും. അതാണ് ഇൻട്രപ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്.
Next, there is another register called interrupt mask register whose purpose is to control the status of each interrupt request. So നമ്മൾ പ്രോസസ്സറിൻ്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ കൂടിയുണ്ട്. സോ ഇൻട്രപ്റ്റ് രജിസ്റ്റർ ഉണ്ട്, ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. സോ ഡിവൈസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ബിറ്റ് 0 ആണ് ഇതിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ ബിറ്റ് 1 ആണ്. അതുപോലെ മാസ്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ട് 2 ബിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ പ്രോഗ്രാം ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിവൈസിൽ ഇൻട്രപ്റ്റ് വന്നാലും സിസ്റ്റം അതിനെ ബോദർ ചെയ്യില്ല. ഇവിടെ ഇൻപുട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എനേബിൾ കറസ്പോണ്ടിങ് ബിറ്റ് നമ്മൾ 1 ആക്കി കൊടുത്താൽ മാത്രമേ ഇവിടെയുള്ള ഇൻട്രപ്റ്റിന് നമ്മളെ സിസ്റ്റം സർവീസ് ചെയ്യുള്ളൂ. സോ ആ രീതിയിൽ നമ്മൾ ഓവറോൾ ഇൻട്രപ്റ്റിന് ഡിവൈസ് 1നെ സർവീസ് ചെയ്യണോ വേണ്ടയോ എന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്ററാണ് ഡിവൈസ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് 1ൽ ഇൻട്രപ്റ്റ് വന്നു, സെയിം ടൈമിൽ ഡിവൈസ് 4ലും ഇൻട്രപ്റ്റ് വന്നു. സോ നമുക്ക് 4ൽ ഇൻട്രപ്റ്റിനെ നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാം. അപ്പോൾ എന്താ ചെയ്യുക, ബിറ്റ് 4ന് നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കി കളയും. ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തും. അപ്പോൾ ഡിവൈസ് 1ൽ മാത്രം ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യും. അത് കഴിയുമ്പോൾ ഡിവൈസ് 4ൻ്റെ ബിറ്റിന് നമ്മൾ എനേബിൾ ചെയ്തിട്ട് നമ്മൾ 4ൻ്റെ സർവീസ് ചെയ്യും. ഈ രീതിയിൽ നമ്മൾ പ്രയോറിറ്റി ഹാൻഡിൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പാരലൽ പ്രയോറിറ്റി. സോ ദ മാസ്ക് രജിസ്റ്റർ ക്യാൻ ബി പ്രോഗ്രാംഡ്. അപ്പോൾ അത് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ മാസ്ക് രജിസ്റ്റർ. സോ മാസ്ക് രജിസ്റ്ററിൻ്റെ ഓരോ ബിറ്റിനേക്കും നമുക്ക് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് മാസ്ക് രജിസ്റ്റർ അല്ലെങ്കിൽ മാസ്ക് രജിസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഇൻട്രപ്റ്റ് രജിസ്റ്റർ. സോ ഒരു 4 IO ഡിവൈസിന് വേണ്ടി, വളരെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 4 IO ഡിവൈസ് മാത്രമുള്ള ഒരു സിസ്റ്റം എങ്ങനെയാണ് പാരലൽ പ്രയോറിറ്റിയിൽ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 4 ഡിവൈസ് ഉണ്ട്. ഡിവൈസ് 1 ഡിസ്ക് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് ആണ് ഡിവൈസ് 1 ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഡിവൈസ് പ്രിൻ്ററാണ്. മൂന്നാമത്തെ ഡിവൈസ് റീഡറാണ്. നാലാമത്തെ ഡിവൈസ് നമ്മളുടെ കീബോർഡാണ്. സോ ഇങ്ങനെ 4 ഡിവൈസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 4 ഡിവൈസിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻട്രപ്റ്റ് രജിസ്റ്ററിൽ 4 ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററും നമുക്കിവിടെ അവൈലബിൾ ആണ്. 4 ബിറ്റ്സിന് അല്ലെങ്കിൽ 4 ഡിവൈസിനെ മാനേജ് ചെയ്യാനായിട്ട്, അതായത് ഡിസ്ക് ആദ്യത്തെ ഇൻപുട്ടിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബിറ്റ്, രണ്ടാമത്തെ ഡിവൈസിന് വേണ്ടി ഇതാണ് ഡിവൈസ് നമ്പർ 2 നമുക്ക് മാസ്ക് രജിസ്റ്ററിൽ രണ്ടാമത്തെ ബിറ്റ്, അതുപോലെ മൂന്നാമത്തെ ബിറ്റ്, നാലാമത്തെ ബിറ്റ്. ഇനി ഈ ബിറ്റ് 1 ആണെങ്കിൽ മാത്രമേ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഇൻട്രപ്റ്റിനെ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇൻട്രപ്റ്റിന് നമുക്ക് ഇവിടെ വേണ്ട എങ്കിൽ ആദ്യത്തെ ബിറ്റ് 0യെ നമുക്ക് 0 ആക്കി കളയാം. സോ ബിറ്റ് 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, 0 ഇത് ഡയറക്റ്റ് ഇതിനെ ആൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ പ്രോഗ്രാം ഉപയോഗിച്ച് ഇത് മാത്രം നമ്മൾ 1 ആക്കി വെച്ചു, ഇതെല്ലാം 0 ആക്കി വെച്ചു. ഓക്കെ, സോ സെയിം ടൈമിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു ഇൻട്രപ്റ്റ് വന്നു, പ്രിൻ്ററിൽ നിന്നുള്ള ഇൻട്രപ്റ്റും വന്നു. സോ പ്രിൻ്ററിൽ നിന്നുള്ള ഹാർഡ് ഡിസ്കിൽ ഇൻട്രപ്റ്റ് ഇവിടെ ആൻഡ് ഗേറ്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതിവിടെ 1 ആണ്. നമ്മൾ പ്രിൻ്ററിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും 1 ആണ്. പക്ഷേ നമ്മൾ പ്രോഗ്രാം വെച്ചിട്ട് സെക്കൻഡ് ബിറ്റിനെ 0 ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ബിറ്റ് 0 വരും. സോ 1.0 ഇത് 0 ആയിട്ട് പോയി. അതേസമയം ഫസ്റ്റ് കേസിൽ ഇവിടെ 1 ആണ്, ഇത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് 1 എഴുതിയിരിക്കുകയാണ്, ഇവിടെയും 1 ആണ്. സോ 1.1 വന്നു. സോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് I0 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ കോൺഫിഗറേഷൻ എല്ലാം വരുന്നത് ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലാകും ഇതിനെയാണ് പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയുന്നത്. ഈ പ്രയോറിറ്റി എൻകോഡറിനനുസരിച്ച് ഇതാണ് നമ്മളുടെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് എഴുതേണ്ട അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ഈ പ്രയോറിറ്റി എൻകോഡർ വഴി ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് നമുക്ക് 4 ബിറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ 4 ഡിവൈസ് ഉള്ളതുകൊണ്ട് 2 ബിറ്റ് കൊണ്ട് നമുക്ക് 4 ഡിവൈസിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. 0 ആണെങ്കിൽ ഒരു ഡിവൈസ്, 1 ആണെങ്കിൽ അടുത്ത ഡിവൈസ്, 10 ആണെങ്കിൽ അടുത്ത ഡിവൈസ്, 11 ആണെങ്കിൽ അടുത്ത ഡിവൈസ്. അതായത് ഫസ്റ്റ് ഡിസ്കിൽ നിന്നാണ് ഫസ്റ്റ് ഡിവൈസിന് ഇൻട്രപ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ XY എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. സെക്കൻഡ് ഡിവൈസിൽ നിന്നാണ് റിക്വസ്റ്റ്, അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 0. അതായത് നമ്മൾ ഇവിടെ 0, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു, ഇവിടെ കൊടുത്തു. അതേ സമയത്ത് സെയിം ഇവിടെ നിന്നും റിക്വസ്റ്റ് വന്നു. രണ്ടും വരണം. നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് മാനേജ് ചെയ്യണം, ഹാർഡ്വെയർ വെച്ച് ഇൻട്രപ്റ്റും വരണം. അങ്ങനെയുള്ള കേസിൽ ഇവിടെ 1 വരും. ആ സമയത്ത് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ XY കോൺഫിഗറേഷൻ വരുന്നത് 0, 1 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഡിവൈസിലാണെങ്കിൽ 10 ആയിരിക്കും, നാലാമത്തെ ഡിവൈസ് ആണെങ്കിൽ 11 ആയിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇതിനെ അഡ്രസ്സിനെ പ്ലേസ് ചെയ്യാം. സോ ഈ പൊസിഷനിൽ ഇവിടുത്തെ ഈ അഡ്രസ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ 0 ആയിരിക്കും. സോ ഡിവൈസ് 1ൻ്റെ സർവീസ് റൂട്ടിന് എഴുതേണ്ട അഡ്രസ്സ് എവിടെയായിരിക്കണം, വിത്ത് ഓൾ അഡ്രസ് ബിറ്റ്സ് as 0. ഡിവൈസ് 2ൻ്റെ സർവീസ് റൂട്ടിന് എഴുതിയിരിക്കുന്ന അഡ്രസ്സ് എവിടെയായിരിക്കണം, 0 ലാസ്റ്റ് 01. അതായത് രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷനിലായിരിക്കും രണ്ടാമത്തെ ഡിവൈസിൻ്റെ സർവീസ് റൂട്ടീൻ കിടക്കുന്നത്. അവിടെ ഇപ്പോൾ കോൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വെച്ചിരിക്കുന്നത്, കോൾ സം ടു സം അനദർ ലൊക്കേഷൻ. സോ ഇത് മൂന്നാമത്തെ ഡിവൈസിന് വേണ്ടി, നാലാമത്തെ ഡിവൈസിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ ഈ പാരലൽ പ്രയോറിറ്റിയിലെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 ഫ്ലാഗ്സ് ഉണ്ട്, 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ഇതിനെ ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നും ഇൻട്രപ്റ്റ് സർവീസ്
ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നും പറയും. ഓക്കെ, സോ ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ ഇതാണ് IST എന്ന് പറയുന്നത്. ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യണമെന്ന് ഗ്ലോബലി നമുക്ക് IO ഡിവൈസ് എല്ലാം നമ്മൾ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു IO ട്രാൻസ്ഫറും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കുക. സോ IST എന്ന് പറയുന്ന ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ എന്ന് പറയും, ഇൻട്രപ്റ്റ് എനേബിൾ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് എവർ ബി ദ കോൺഫിഗറേഷൻ ഹിയർ, വാട്ട് എവർ ബി ദ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഹിയർ, ഇതിനൊന്നും പോകുന്നില്ല, എല്ലാ ഇൻട്രപ്റ്റിനെയും എന്ത് ചെയ്യും, സിസ്റ്റം മാസ്ക് ചെയ്ത് കളയും. അതിന് വേണ്ടിയിട്ടാണ് IEN എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ദെൻ എപ്പോഴെങ്കിലും അതിനകത്ത് ഏതെങ്കിലും ഒരു ഹൈ ലൈൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൺട്രോൾ ലോജിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രപ്റ്റ് സർവീസ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സം ഡിവൈസ് ഹാസ് റിക്വസ്റ്റഡ് ദ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കത് 1 ആവും. സോ ഏതെങ്കിലും ഒരു 1 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇത് 1 വരും. സോ ഈ 3 കണ്ടീഷൻ, ഇവിടെയും 1 ഉള്ള കേസിൽ മാത്രം നമ്മളുടെ ഇൻട്രപ്റ്റ് അക്നോളജ് സിഗ്നൽ ഇവിടേക്ക് പാസ് ചെയ്ത് തന്നിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് ബഫറിനെ ഇത് എനേബിൾ ചെയ്ത് കളയും. സോ ഈ ഇൻട്രപ്റ്റ് അക്നോളജിന് ഡിവൈസ് 1ലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെയും 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം, ഇവിടെയും 1 വരണം. സോ 3 കേസിൽ വന്നു. സോ നമ്മൾ എപ്പോഴെങ്കിലും ഗ്ലോബലി മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 0 വരും, മാസ്ക് ഇപ്പോഴത്തേക്ക് കടന്നു പോവില്ല. സോ ഇതാണ് നമ്മളുടെ അഡ്രസ് ബസ്സിന് അല്ലെങ്കിൽ ഡാറ്റ ബസ്സിലേക്ക് നമ്മളുടെ ഔട്ട്പുട്ട് ബഫറിനെ എനേബിൾ ചെയ്യാനുള്ള ടെക്നിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഇൻട്രപ്റ്റ് ഉണ്ട്, നമ്മളിവിടെ ഗ്ലോബലി എനേബിൾഡ് ആണ്. സോ ഇവിടെ 1 വന്നു, ഏതോ ഒരു ഇൻട്രപ്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ആ കേസിൽ എന്ത് ചെയ്യും, CPU ഇൻട്രപ്റ്റിലേക്ക് അതിൻ്റെ ഇൻട്രപ്റ്റ് സിഗ്നൽ അല്ലെങ്കിൽ ആക്റ്റീവ് ലോ എന്ന് പറയുന്ന സിഗ്നൽ അങ്ങ് പോകും. ഇതാണ് നമ്മളുടെ പാരലൽ പ്രയോറിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സ്ലൈഡ്സിൽ നമുക്ക് ഓരോ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. So interrupt register is individual bits are set by external conditions and cleared by program instructions. നമുക്ക് interrupt registerൻ്റെ ഓരോ ബിറ്റ്സിനെയും നമുക്ക് സെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്യാം. The mask register has the same number of bits as the interrupt register. Interrupt registerൽ നമുക്ക് എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും ബിറ്റ്സ് തന്നെ നമുക്ക് മാസ്ക് രജിസ്റ്റർ ഉണ്ടാകും. ഇൻട്രപ്റ്റ് രജിസ്റ്ററിലെ ബിറ്റ്സിനനുസരിച്ച് നമുക്ക് IO ഡിവൈസ് ഉണ്ടാവും. ഈച്ച് ഇൻട്രപ്റ്റ് ബിറ്റ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് മാസ്ക് ബിറ്റ്സ് ആർ അപ്ലൈഡ് ടു ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ദ 4 ഇൻപുട്സ് ടു എ പ്രയോറിറ്റി എൻകോഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആൻഡ് ചെയ്തിട്ട് ഒരു പ്രയോറിറ്റി എൻകോഡറിലേക്ക് കൊടുക്കുന്നത് പോലെ. അപ്പോൾ ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ടും 1 ആവുന്ന കേസിൽ മാത്രമായിരിക്കും ആ ഇൻപുട്ടിനെ അത് സർവീസ് ചെയ്യുന്നത്. The priority encoder generates 2 bits of the vector address which is transferred to the CPU. നമ്മൾ പറഞ്ഞതുപോലെ പ്രയോറിറ്റി എൻകോഡർ ആദ്യത്തെ ഇൻപുട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രയോറിറ്റി എൻകോഡർ XY എന്ന് പറയുന്നത് 00 ആയിട്ട് പോകും. രണ്ടാമത്തെ ഇൻപുട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ XY 01 ആകും. മൂന്നാമത്തെ ഇൻപുട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ 10 ആകും. നാലാമത്തെ ഇൻപുട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ 11 ആകും. ഇതുപോലെ ഡിവൈസ് കൂടുന്നതനുസരിച്ച് നമുക്കിവിടെ ബിറ്റ്സും കൂടി വരും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ബൈനറി കോൺഫിഗറേഷനും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇത് ജനറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയുന്നത്. അത് ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. അത്ര ഡീറ്റെയിൽസ് നമുക്ക് നോക്കണ്ട, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. Whenever an input occurs, encoder sets the output of interrupt status. നമ്മൾ പറഞ്ഞു IST എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ടെങ്കിൽ I1 I2 I3 വന്നിട്ടുണ്ടെങ്കിൽ IST 1 ആകും. ഇൻട്രപ്റ്റ് സർവീസ് ഇൻട്രപ്റ്റ് സ്റ്റാറ്റസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ആകും. ദ ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് IEN ക്യാൻ ബി, നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാസ്റ്റർ കൺട്രോളാണ് നമ്മളുടെ IEN ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് സെറ്റ് ചെയ്യോ റീസെറ്റ് ചെയ്യോ ചെയ്യാം. സോ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ കൺട്രോൾ ഡിസേബിൾ ആയിരിക്കും, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ കൺട്രോൾ എനേബിൾ ആയിരിക്കും. സോ ഇൻട്രപ്റ്റ് വരികയും ചെയ്യണം, ISTയും 1 ആയിരിക്കണം, INനും 1 ആയാൽ മാത്രമേ ഇൻട്രപ്റ്റ് അക്നോളജ് ഫസ്റ്റ് ഡിവൈസിലേക്ക് പാസ് ചെയ്ത് പോകുള്ളൂ. ദ ഇൻട്രപ്റ്റ് അക്നോളജ് INTACK ഇൻട്രപ്റ്റ് അക്നോളജ് സിഗ്നൽ ഫ്രം ദ CPU നമ്മൾ പറഞ്ഞിരുന്നു. അത് ആദ്യത്തെ സെക്ഷനിൽ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. CPU enables the bus buffers in the output register and the vector address VAD is placed in the data bus. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇൻട്രപ്റ്റ് അക്നോളജ് വരുന്ന 3 ആൻഡ് ഗേറ്റിൻ്റെ 3 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ബഫർ എനേബിൾ ചെയ്തിട്ട് വെക്റ്റർ അഡ്രസ് ലൊക്കേഷൻസ് അഡ്രസ് ബസ്സിലേക്ക് അല്ലെങ്കിൽ ഡാറ്റാ ബസ്സിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു ഇത്രയും പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഓരോ ഇൻട്രപ്റ്റും നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഓരോ ലൊക്കേഷൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രോഗ്രാം സോഫ്റ്റ്വെയറിൻ്റെ റോൾ എന്താണ്. സോ ഓരോ ഡിവൈസിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഓരോ വെക്റ്റർ അഡ്രസ് ലൊക്കേഷൻ VAR കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്. VAR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഡിവൈസാണ് ഇൻട്രപ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞു XY
നമുക്ക് 00 ആയിരിക്കും, അതായത് അഡ്രസ് ലൊക്കേഷൻ നമുക്ക് ഇവിടെയാണ് ഇൻട്രപ്റ്റ് വരുന്നത്. സോ നമ്മൾ ഈ ലൊക്കേഷനിൽ എഴുതുന്ന ഇവിടെയാണ് നമ്മൾ ഈ ലൊക്കേഷന് പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്നത്. ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഡിവൈസിന് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. ഇവിടെ ജമ്പ് ടു ഡിസ്ക് അല്ലെങ്കിൽ കോൾ ടു ഡിസ്ക് എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ മാത്രമായിരിക്കും നമ്മൾ ആദ്യത്തെ റിസർവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഡിവൈസാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ ഫസ്റ്റ് ഡിവൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രപ്റ്റ് വരുമ്പോൾ ഇവിടേക്ക് വരും. സോ ഇവിടെ ജമ്പ് ഡിസ്ക് എന്ന് പറയുന്നതാണ്. സോ ജമ്പ് ഡിസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു അഡ്രസ്സാണ്, വേറൊരു അഡ്രസ്സാണ്. സോ ഡിസ്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെയുണ്ട്. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 ആകാം ഫോർ എക്സാമ്പിൾ. സോ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് കൺട്രോൾ ഓഫ് ട്രാൻസ്ഫർ പോകും. ഇവിടെയാണ് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, ഹാർഡ് ഡിസ്കിലേക്ക് എങ്ങനെയാണ് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത് ഈ ലൊക്കേഷനിലായിരിക്കും. സോ ഈ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലാസ്റ്റ് നമുക്കൊരു റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. സോ റിട്ടേൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എത്തുമ്പോൾ പ്രോസസ്സർ എന്താ ചെയ്യുക, ഈ ലൊക്കേഷനിലേക്ക് തിരിച്ചു പോകും. ഈ ലൊക്കേഷൻ തിരിച്ചു പോകുമ്പോൾ അവിടെയും ഒരു റിട്ടേൺ ഉണ്ടാകും. സോ ആദ്യം ഇൻട്രപ്റ്റ് വരുന്നതിന് മുൻപ് 749 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരുന്നു നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നതെന്ന് വിചാരിക്കുക. സോ ഇവിടെ വരെ നമ്മളെ മെയിൻ പ്രോഗ്രാംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സമയത്ത് ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് ഇൻട്രപ്റ്റ് വന്നു. അപ്പോൾ 750 എന്ന് പറയുന്ന അഡ്രസ്സിൽ നിന്നാണ് ഇനി പ്രോഗ്രാംസ് അല്ലെങ്കിൽ റെസ്യൂം ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 750 നിന്നാണ്. സോ നമ്മളുടെ പ്രോഗ്രാം അത് അതിൻ്റെ അകത്ത് ഇൻട്രപ്റ്റ് മാനേജ്മെൻറ്റ് സെക്ഷൻ ചെയ്തോളും. 750 എന്ന് പറയുന്ന ലൊക്കേഷൻ അഡ്രസ്സ് അതിൻ്റെ സ്റ്റാക്കിലേക്ക് ഇതിനെല്ലാം പോകുന്നതിന് മുൻപ് നമ്മൾ പ്രോസസ്സർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ 750 എന്ന് പറയുന്ന ലൊക്കേഷൻസ് ഇവിടെ നിന്നെല്ലാം തിരിച്ചു വരുമ്പോൾ അത് പ്രോസസ്സർ തിരിച്ചു വിളിച്ചിട്ട് അത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് 750 ലോഡ് ചെയ്യും, അല്ലെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ നടത്തിയിട്ട് 750 നിന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഇങ്ങനെ 750 നിന്ന് തുടങ്ങിയിട്ട് 800 വന്നപ്പോൾ സെക്കൻഡ് ഡിവൈസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ നമ്മളുടെ ഹാർഡ്വെയർ പ്രയോറിറ്റി മാനേജ്മെൻറ്റ് സെക്ഷനിൽ നിന്നെല്ലാം ഏത് മെത്തേഡാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെക്ടർ അഡ്രസ് ലൊക്കേഷൻ കിട്ടി. നമുക്ക് കിട്ടിയ വെക്ടർ അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0000001 എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്. സോ ഈ 800 എന്ന് പറയുന്ന ലൊക്കേഷൻസ് 801 നമ്മളുടെ സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യും. ദെൻ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ഗോ ടു സെക്കൻഡ് ഏരിയ. ഇതാണ് സെക്കൻഡ് വെക്ടർ ടേബിൾ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം എന്താണ്, ജംപ് ടു PTR. സോ ജംപ് ടു PTR എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഡിവൈസിൽ പ്രിൻ്ററിൻ്റെ സർവീസ് റൂട്ടിന് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ലൊക്കേഷൻസ്. സോ ഇത് ചിലപ്പോൾ സപ്പോസ് 3000 ആയിരിക്കും. സോ നമ്മൾ ജംപ് 3000 എന്നായിരിക്കും ഇവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്തുണ്ടാവും, ലാസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ലാസ്റ്റ് അത് കമ്പൽസറിയാണ്. സോ ഇവിടെ എന്താ ചെയ്യുക, സോ ഇവിടുന്ന് ജമ്പ് ആയതുകൊണ്ട് ഈ പ്രോഗ്രാം സർവീസ് റൂട്ടീൻ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴേക്കും പ്രിൻ്ററിൻ്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് റിട്ടേൺ ആണ്. റിട്ടേൺ ആകുമ്പോൾ 800 ആണ് ഇപ്പോൾ കറണ്ട് സ്റ്റാക്കിൽ കിടക്കുന്നത്. 801 ആണ് കറണ്ട് സ്റ്റാക്കിൽ കിടക്കുന്നത്. സോ 801 പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്തിട്ട് 801 മുതൽ പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതാണ് ഡെയ്സി ചെയിനിങ്, പ്രയോറിറ്റി അസൈൻമെൻറ്റ്, ദെൻ പാരലൽ പ്രയോറിറ്റി അസൈൻമെൻറ്റ് ആൻഡ് ഡിവൈസ് പോളിംഗ് അസൈൻമെൻറ്റ് എന്ന് പറയുന്ന 3 ടെക്നിക്ക്. ഇത് 3ഉം ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ട്രാൻസ്ഫറിലുള്ളതാണ്. എക്സാമിന് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ടെക്നിക്. Okay, so this is about today's class.